ചേട്ടാ, ഈ മുത്തുരാമന്റെ വീട് എവിടെയാ? മുത്തുരാമനാ? ഈ പെയിന്റിന്റെ പണിക്കൊക്കെ പോകുന്നേ? ആട്ടെ, നിങ്ങൾ പെണ്ണ് കാണാനാ മറ്റാ? ആ അതെ. ആ അത് പറ. നമ്മുടെ രാമു 2 പെമ്മക്കളില്ലല്ലേ? ആ അതന്നെ. ആ അതാ. അത് ഇവിടുന്ന് നേരെ പോയി ആ വളവ് തിരിഞ്ഞാൽ തറവാട് കാണും, ഒരു പഴയ തറവാട്. അതന്നെ, അവിടെയാണോ വാടകയ്ക്ക് നിൽക്കുന്നത്. എന്നാ ശരി. ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. എവിടെ നടക്കാൻ? രാമോട്ടന്റെ വീടല്ലേ? അതെ. അച്ഛാ, ആരാ? ഞങ്ങൾ വാരത്തുന്നാ. ഇവിടുത്തെ കുട്ടിയെ പെണ്ണ് കാണാൻ. ഓ, രാജാൻ പറഞ്ഞാള്. വാ കേറിയിരി. രാജാനെല്ലാം പറഞ്ഞിനി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രാജൻ പറഞ്ഞിട്ടുണ്ടാവുമല്ല. ആ പറഞ്ഞിനി. ഒരുപാട് ആലോചനകളൊക്കെ വന്നു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. സ്വന്തമായി ഒരു വീടില്ലാതെ തന്നെ പ്രശ്നം. അതാ ഞാൻ രാജനോട് പറഞ്ഞത്, എല്ലാം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നോക്കണം. വീടൊക്കെ ഇനിയും ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയാവണം, അത്രേ ഞാൻ നോക്കുന്നുള്ളൂ. ഗൾഫിൽ എവിടെയാ? ഞാൻ ദുബായിലാണ്. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. ഓ, ഞാൻ മറന്നു. മോളെ, എനിക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഓ അതിനെന്താ, ആയിക്കോട്ടെ. ചെല്ലുമോളെ. പേര്? കുക്കു. എൻ്റെ പേര് നിതിൻ. എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു കുട്ടി വേണമെന്നാണ്. മറ്റുള്ളതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. മറ്റുള്ളതൊന്നും കാര്യാക്കുന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്. മറിച്ചാണെങ്കിൽ അതെന്താ? ഒന്നുമില്ല, എനിക്ക് ഓക്കെയാണ്. ബാക്കിയൊക്കെ അച്ഛനോട് സംസാരിച്ച് തീരുമാനിച്ചോളൂ. ഞാൻ അടുത്ത ദിവസം തന്നെ വീട്ടുകാരുമായിട്ട് വരാം. എൻ്റെ ലീവ് അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് ഞങ്ങൾക്ക്. ഓ ആയിക്കോട്ടെ, സന്തോഷം. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ ശരി. എൻ്റെ ദേവി, നീ തന്നെ തോണ. ഇതങ്ങ് തടസ്സമില്ലാണ്ടങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പെണ്ണെങ്ങനാ? ഇഷ്ടപ്പെട്ടാ? ആ എന്തേ? ആ കുട്ടിക്ക് വയസ്സെത്രയാന്ന് ചോദിച്ചാ? അറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്.
ഇത്രയും കാലം വീട്ടിൽ തന്നെ ആയിപ്പോയത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞിരുന്നോ ആവോ? ആ അറിയാം. വീടിന്റെ പ്രശ്നമായിരിക്കും പറ്റുണ്ടാവും അല്ലേ? എന്നാ അതല്ല, നിങ്ങൾ ഒന്ന് പോയാട്ടെ. നിങ്ങൾ കണ്ടു ഓക്കെ ആയതല്ലേ? നിങ്ങൾ ഉണ്ടാണ്ടിക്കാതിർക്ക, അവർ അറിയട്ടല്ലേ, എന്നിട്ട് തീരുമാനിക്കട്ടെ. കൂടെ പറക്കേണ്ട പെണ്ണല്ലേ? എന്നാ കാര്യം? ഒന്നുമില്ല, രാത്രി ഉറങ്ങാൻ ഇത്തിരി നേരം വൈകും. കല്യാണം കഴിഞ്ഞാ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ല. അല്ല, കല്യാണം കഴിയാതെ ഞങ്ങളൊക്കെ കഞ്ഞിവെള്ളം കുടിച്ചു പോകുന്നത് ഇല്ലാതാക്കരുത് പ്ലീസ്. അല്ല, നമ്മളെല്ലാം മൊബൈൽ റീചാർജ് ചെയ്ത് തന്നെ അവളായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപദ്രവിക്കരുത്, ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങൾ പിന്തിരിയൊന്നും വേണ്ട. ഒരു മണി വരെ മൊബൈൽ ഉപയോഗിക്കാൻ അനുമതി നിങ്ങൾ കൊടുത്താൽ മതി. ശീലായിപ്പോയി, അതുകൊണ്ടാണ്. നിങ്ങൾ പോയിക്കാളി മക്കളെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ദജ്ജാലുകളെ? ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ കാര്യ നിന്നോടൊന്നും പഠിച്ചവൻ കൊടുക്കൂലടാ. ഓ പിന്നെ പാടച്ചോന അതല്ലേ പണി. കാതർക്കാ, എന്നെ പറ്റാത്തോള് വേറൊരുത്തന്റെ കൂടെ പോർക്കുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങൾ നോക്കിക്കോ, ഓള് അവസാനം എൻ്റെ അടുക്ക് തന്നെ എത്തും. ഇല്ലേ ഞാൻ എത്തിക്കും. ബാടാ. ആറാം പറഞ്ഞയറ്റുകൾ, അതും തിരിയിലേന്നുള്ളി. അവരൊരു വിവരമില്ലല്ലോ. വന്നു പോയിട്ട് 3-4 ദിവസമായില്ലേ? അമ്മോപ്പ ഇനി അതും. നിങ്ങക്ക് വേറെ ഒന്നും പറയാനില്ലേ? മോളെ, കല്യാണപ്രായം കഴിഞ്ഞ മക്കളുള്ള അച്ഛൻ്റെ അമ്മേൻ്റെ ആദി മോക്ക് പറഞ്ഞാൽ തിരിയില്ല. അച്ഛാ, അന്ന് പെണ്ണ് കാണാൻ വന്നവര് തിരിച്ചു പോന്ന സമയത്ത് അവന്മാര് പിടിച്ചു നിർത്തിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിന്ന് സരസ്വേച്ചി പറയുന്ന കേട്ടിനി. എന്നാ നോക്കണ്ട, ഇതും അവന്മാര്. എന്റെ ദേവിയെ, എന്റെ മക്കളുടെ ഒരു വിധി. പോരെ? പറ്റില് എഴുതിക്കോട്ടെ കാതർക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ, ഒന്നവിടെ നിന്നേ. മോളു, ഇനിയെങ്കിലും എൻ്റെ കാര്യം ഒന്ന് പരിഗണിച്ചൂടെ? നീ ഒന്ന് എസ് മൂളിയാ മതി. കൂട്ടുകാരൻ കുട്ടി ഞാൻ അപ്പം തന്നെ എത്തും. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ കെട്ടാൻ ഇവിടെ ഒരുത്തനും വരൂല. വാടി. ഡേ, നീ കല്യാണം കഴിച്ച് ആണൊരുത്തൻ്റെ കൂടെ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ ആയിരിക്കും. നിന്നെ ഞാൻ വടക്കാക്കി തനിക്കാക്കും. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും. നീ ശരിയായ പെണ്ണിനെ കണ്ടിട്ടില്ല. പെണ്ണിന് ജീവിക്കാൻ കല്യാണം വേണമെന്ന് നിന്നോടാരാടാ പറഞ്ഞേ? മോയ് പോടാ. മോളെ, ഇതൊന്ന് കുടിച്ചാളെ. ഇരിക്കട്ട് കാതിർക്കാൻ്റെ വക ഒരു സോഡ. എനക്ക് വേണ്ട കാതർക്ക, ഇവന് കൊടുക്ക്. ഇവന്റെ ദാഹം തീരട്ടെ. ആണൊരുത്തം വന്നിരിക്കുന്നു. വാടി. എന്നെ ഉറങ്ങിയില്ലേ?
പാതിര വരെ മൊബൈൽ നോക്കിയിരുന്നോ? വെറുതെ അല്ല ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. പോയി കിടന്നുറങ്ങിയാട്ടെ. ഓ അമ്മ, ഞാനിവിടെ ആൾക്കാർ പറയുന്നത് ഉണ്ടാക്കാനിരിക്കുകയല്ല. എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കുവന്ന്. അമ്മയും കൂടി ഇങ്ങനെ തുടങ്ങി ഞാൻ എന്നാ ചെയ്യാ? ഹലോ, ഞാനാ നിതിൻ. ഓ ആയിക്കോട്ടെ. എന്തേ? എല്ലാം ഞാൻ എന്താ പറ. ഞാൻ പിന്നെ വിളിക്കാതിരുന്നത് വീട്ടുകാർ. മനസ്സിലായി, പറയണമെന്നില്ല. ഞാൻ കുറേ പറഞ്ഞു നോക്കി, എനിക്കും ഓക്കെയാണ്. പക്ഷെ അച്ഛൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടാ? കല്യാണം ഒഴിഞ്ഞെന്ന് കരുതി നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഹോ ആയിക്കോട്ടെ. അല്ലെങ്കിലേ ഫ്രണ്ട്സിനെ കൊണ്ട് ഇൻബോക്സ് നിറഞ്ഞിരിക്കുക. ഒരാളും കൂടെ ആയിക്കോട്ടെ, വെൽക്കം. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യമേ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനുവാദം വാങ്ങിയിട്ട് പോകണം കേട്ടോ. എന്തേ? അല്ല, ഇനിയും ഫ്രണ്ട്സിൻ്റെ എണ്ണം വെറുതെ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാ ശരി. പോവാണോ? അതെ, എന്തേ? അല്ല, നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാം. ഉറക്കം വരുന്നില്ല, അതാ. എന്നാ എനക്കുറക്കം വരുന്നുണ്ട്. ഓല്ലേ? പിന്നെ എന്താ? എന്നാ ഇട്ടിരിക്കുന്നത്? ചൂരിദാറാണോ? എന്തേ? അല്ല, ചൂരിദാറിൽ കാണാൻ കുക്കുന നല്ല ബ്യൂട്ടിയാണ്. ആണോ? താങ്ക്സ്. തൻ്റെ ബോഡി ഷേപ്പിന് ചൂരിദാർ നന്നായി ചേരും. ഹലോ, തൻ്റെ ഒരു ഫുൾ സൈസ് പിക്കൊന്ന് അയച്ചു തരാമോ? എന്തിനാ? ഫ്രണ്ട്സിന് കല്യാണം നോക്കാനാ? അല്ല, പിന്നെ തന്നെ മൊത്തമായി ചൂരിദാറിൽ ഒന്നുകൂടി കാണാനാ. ഭാ, വെച്ചിട്ട് പോടാ ചേറ്റെ. ഇപ്പം മനസ്സിലായി അച്ഛൻ്റെ കുഴപ്പം കൊണ്ടല്ല കല്യാണം ഒഴിഞ്ഞേന്ന്. ഇനി മേലാൽ എന്നെ വിളിക്കോ മെസ്സേജ് അയക്കോ ചെയ്യരുത്. താന്തക്ക് പിറക്കാത്ത മോനെ. ഛേ, രാമേട്ടാ, ദാ വാ വാ വാ, വരൂ, കയറിയിരിക്കൂ. വിവരമൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ഓരോ തിരക്ക് കാരണം. പിന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാൻ തന്നെ വന്നതാ. നിശ്ചയത്തിനോ മറ്റോ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നേരമില്ല. ഇവന് തിരിച്ചു പോകേണ്ടതാണേ. എത്രയും പെട്ടെന്നൊരു തീയതി കണ്ട് മുഹൂർത്തം കുറിക്കുക. എന്തേ? അല്ല, എൻ്റെ അവസ്ഥയെല്ലാം അറിയാല. ഇത്തിരി സാവകാശം കിട്ടിയ ഇവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമല്ലേ. അതൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. എന്താ വേണമെന്ന് വെച്ചാൽ ഞാൻ നോക്കി ചെയ്തോളാം. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തീയതി മുഹൂർത്തവും ഞങ്ങൾ അറിയിക്കാം. ഓ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളങ്ങോട്ട്. എന്നാ ശരി. ഞാൻ വിളിക്കാം.
അതെ, ഒന്നവിടെ നിൽക്കോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് വേണ്ട വേണ്ട, താനൊന്നും പറയണ്ട. താൻ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. തന്നെക്കുറിച്ച് പുറത്തുനിന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാനൊന്ന് ശങ്കിച്ചു. അത് നേരാ. പക്ഷെ തൻ്റെ റിപ്ലൈയിലൂടെ തന്നെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. തന്നെ മനസ്സിലാക്കാൻ ഞാനൊന്ന് ശ്രമിച്ചതാ. എന്നോടൊന്നും തോന്നരുത്. റെഡിങ്ങാന്നേ. എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കിയതിന് നന്ദി. പക്ഷെ തീയതിയും കുറിച്ചോണ്ട് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. മോളെ, നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് നിങ്ങൾ തന്നെ വ്യക്തമാക്കി തന്നു. ജീവിതകാലം മുഴുവൻ ഒരു പരീക്ഷണ വസ്തുവായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സോറി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. വേണ്ട. ഏതൊരു പെണ്ണും നല്ലൊരു ദാമ്പത്യ ജീവിത സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരു പുരുഷന് മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തരുന്നത്. പക്ഷേ മനസ്സിൽ പരീക്ഷണവും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കഴുത്ത് നീട്ടിത്തരാൻ എന്തായാലും ഞാനില്ല. ഏട്ടാ, നിങ്ങൾ ഇങ്ങ് വന്നേ. വെറുതെ അല്ല വീട്ടിൽ നിന്നുപോയത്. തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. നാട്ടിൽ വേറെ പെണ്ണില്ലാത്തതുപോലെ. അതെ, നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വന്നവരാ. അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. മൂക്കുമുട്ടത്തെന്ന് രാപ്പകൽ കിടന്നുറങ്ങുന്ന നല്ലൊരു പെണ്ണിനെ ചേട്ടനെ കണ്ടുപിടിക്ക്. എന്തായാലും ഈ ചേട്ടന്റെ ലാബിലേക്ക് ഞാനില്ല. നിങ്ങൾക്ക് പോകാം. മോളെ, ഇങ്ങോട്ട് വാ ഏട്ടാ. രാമേട്ടാ, ബില്ലിതേ. എന്താല്ലേ ഇവരൊക്കെ? രാമേട്ടാ, ഇതെൻ്റെ പെങ്ങള്. ഇത് ഇളയമയാ. രാമേട്ടാ, ഞങ്ങൾ വന്നത് ഞാൻ പറയാ, ഇവിടുത്തെ കുട്ടിയെ ഇവന് വേണ്ടി പെണ്ണ് കാണാൻ വന്നതാ ഞങ്ങള്. ഓ, വാ, കേറിയിരിക്ക്. അല്ലേ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്കറിയില്ലേ? എത്രയോ ആലോചനകൾ വന്നു. എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ ഇവിടെയുള്ളവർ സമ്മതിക്കൂല. ഇനിയും ഞങ്ങൾക്ക് വയ്യ, മടുത്തു. അതൊക്കെ എനിക്കറിയാം രാമേട്ടാ. എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും രാമേട്ടും വിഷമിക്കേണ്ടതില്ല. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടും സഹിച്ചിട്ടും തന്നെയാ ഈ ഒരു നിലയിലെത്തിയത്. അച്ഛനും അമ്മക്കും നമ്മൾ 2 മക്കളാ. അച്ഛൻ നേരത്തെ പോയി. പിന്നെ നല്ലൊരു ജോലിയും വീടൊക്കെ ആയിട്ടും മതി കല്യാണം എന്ന് വിചാരിച്ചോണ്ടാ ഇത്രയും നീണ്ടുപോയത്. എല്ലാം കാണാനുള്ള ഭാഗ്യം അമ്മക്കും ഇല്ലാതെ പോയി. ഞാനൊന്നും പറയുന്നില്ല. ഇനിയെല്ലാം അവള് തീരുമാനിക്കട്ടെ. ഇന്നലെ വന്ന ആളുമായി സംസാരിക്കുന്നത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുക്കു എന്താണെന്നുള്ളത് ഇന്നലത്തെ നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. എൻ്റെ ജോലിയോ മറ്റൊന്നും ഇയാൾ നോക്കണ്ട. കുക്കുന് എന്നെ ബോധിച്ചെങ്കിൽ മാത്രം ഇയാൾ എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. നിങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എന്നെ ബോധിച്ചെങ്കിൽ മാത്രം
ഈ കല്യാണത്തിനോട് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. വലിയ ആർഭാടും ആൾക്കാരൊന്നും വേണ്ട. ദേവിയുടെ നടയിൽ വെച്ച് ഒരു മിന്നുകെട്ട്, അത് മതി. അപ്പൊ എങ്ങനെയാ, ഉറപ്പിക്കുമല്ലേ? ഇതൊക്കെ ഒരു രസമല്ലേ? തുടച്ചാൽ അങ്ങ് പോയിക്കോളും മോളെ. ഡീന ചെറ്റത്തര കാണിക്കുന്നതിന് ഒരു അതിര് വേണം. കുറെ എണ്ണ ഇറങ്ങിക്കോളും. മറ്റുള്ളവരെ കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾക്കെല്ലാം എന്തൊരു ചൊറിച്ചിലാടാ? ഇങ്ങനെയുള്ളവന്മാർക്ക് നേരത്തെ കിട്ടാത്തതിന്റെയാ ഈ ആഭാസതരം. എന്റെ കയ്യിൽ നേരത്തെ തരിച്ചിരിക്കായിരുന്നു, നീ കൊടുത്തത് നന്നായി. നിങ്ങൾ വാ മക്കളെ. രാശേ, കാര്യമൊക്കെ ശരി, നിങ്ങളൊക്കെ എൻ്റെ ചങ്ങാതിമാരൊക്കെ തന്നെയാ. പക്ഷേ ഈ ചെയ്ത പ്രവൃത്തിക്ക് നിനക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട ഇടത്ത് തന്നെ കിട്ടി എന്ന് കരുതി എന്തെങ്കിലും അൽക്കുലത്തിന് വന്നാൽ